അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി വഹ്ദഹ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, വിശ്വാസികളെ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ് ഇന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് പഠിക്കാനുള്ളത്. പ്രവാചകൻ പറഞ്ഞു, ലാ തുറൂനി കമാ അത്റത്തിൻ നസാറ ബിൻ മറിയം. മറിയമിൻ്റെ മകനെ നസ്രാണികൾ അധികരിച്ചു പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്താൻ നിൽക്കരുത്. ഫഇന്നമാ അന അബ്ദുഹു വറസൂലു, ഞാൻ അള്ളാഹുവിൻ്റെ അടിമയും അവൻ്റെ ഒരു പ്രവാചകനുമാണ്. ഫഖൂലു, നിങ്ങൾ പറയണം, അബ്ദുല്ലാഹി വറസൂലു, അള്ളാഹുവിൻ്റെ അടിമയാണവൻ, അള്ളാഹുവിൻ്റെ റസൂലാണവൻ എന്ന് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി എന്നാണ്. സുഹൃത്തുക്കളെ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക, ആദരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വിശ്വാസത്തിൻ്റെ ഗണ്യമായ ഭാഗമാണ്. അവൻ പ്രഖ്യാപിച്ച ഷഹാദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യങ്ങളെ വളരെ ഗൗരവത്തിൽ കാണുക എന്നുള്ളതും ആ പ്രവാചകനെ അതിരറ്റ് സ്നേഹിക്കുക എന്നുള്ളതും ആദരവ് കാണിക്കുക എന്നതൊക്കെ എന്ന് നമുക്ക് കാണാൻ കഴിയും. അത് ചെയ്യുന്നില്ല എങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ഷഹാദത്തിനെ പരിക്കേൽപ്പിക്കുന്ന കാര്യമാണ് എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്കിൽ എങ്ങനെയാണ് ആദരവ്? പണ്ഡിതന്മാർ പറഞ്ഞു, നബിയാണെന്ന് അംഗീകരിക്കുക എന്നുള്ളതാണ് ഒന്ന്. നബിയാണ് എന്ന് അംഗീകരിക്കുക, അള്ളാഹുവിൻ്റെ അടിമയാണ് എന്ന് അംഗീകരിക്കുക, അതേപോലെ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം സത്യമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുക. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് വിധിച്ച എന്തൊക്കെയുണ്ടോ അതിലൊരല്പം പോലും അനീതിയില്ല എന്ന്, നീതിയോടുകൂടെയാണ് പ്രവാചകൻ പെരുമാറിയിട്ടുള്ളൂ എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ് നമ്മൾ ആ ഒരു വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. പിന്നെ എങ്ങനെയാണ് ആ പ്രവാചകനെ സ്നേഹിക്കേണ്ടത്? അവിടെ റഹ്മാനായ റബ്ബ് തന്നെ നമ്മൾ പഠിപ്പിച്ചു, അവിടുത്തെ സുന്നത്തുകളെ അനുധാവനം ചെയ്തുകൊണ്ടാണ് എന്ന. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുക്കുമുല്ലാഹ്. നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റണം, എങ്കിൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടുമെന്നാണ്. അപ്പോൾ നമുക്ക് അള്ളാഹുവിൻ്റെ ഇഷ്ടമാണെങ്കിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണം. ആ പ്രവാചകനെ പിൻപറ്റുന്നതിലാണ് പ്രവാചകൻ്റെ ഇഷ്ടം. മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി. ആരെൻ്റെ സുന്നത്തിന് ഇഷ്ടപ്പെട്ടുവോ അവൻ എന്നെ ഇഷ്ടപ്പെട്ടു എന്നാണ്. സുഹൃത്തുക്കളെ, നമ്മൾ രാവിലെ എണീറ്റത് മുതൽ രാത്രി കടക്കാൻ പോകുന്ന ആ കിടക്കപ്പായിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതിനിടയിൽ ഒരു ദിവസത്തിൽ തന്നെ 100 കണക്കിന് സുന്നത്തുകൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ചെറുതും വലുതുമായ ഒട്ടനേകം സംഭവങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനുണ്ട്. അതൊക്കെ ശരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക എന്നുള്ളതാണ് പറയാം. ദിനചര്യയെപ്പോലും നമുക്ക് മാറ്റിയെഴുതാൻ പറ്റും. അതേപോലെ തന്നെ വിശ്വാസ, ആചാര, അനുഷ്ഠാന, സ്വഭാവ രംഗങ്ങളിലൊക്കെ തുടങ്ങി ഒട്ടനേകം രംഗങ്ങളിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഓരോ കാര്യങ്ങളും മൈന്യൂട്ടായതുപോലും അത് പഠിച്ച് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുമ്പോഴാണ് ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിച്ചവനായിക്കൊണ്ട് മാറുന്നത്. എന്നാൽ ഈ സ്നേഹം എന്ന പേരിൽ പല ആളുകളും അതിരുവിട്ട് ആരാധനയിലേക്ക് പോയ ഒരു സാഹചര്യമാണ് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത്. സുന്നത്തിനെ ഈ നിലക്ക് ഉൾക്കൊള്ളാതെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ നിലക്ക് അനുധാവനം ചെയ്യാതെ പലപ്പോഴും അനുധാവനത്തിൻ്റെ റൂട്ട് മാറി ആരാധനയിലേക്ക് പോകുന്ന ഒരു അവസ്ഥ നഊദു ബില്ലാഹ് ഇന്നുണ്ട് എന്നുള്ളത് വലിയൊരു സത്യമാണ്. ഇന്ന് പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. നബിയോട് സങ്കടങ്ങൾ ബോധിപ്പിക്കുന്ന ആളുകൾ, നബിയോട് തൻ്റെ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുന്ന ആളുകൾ, അല്ലേ? റൗദയിലേക്കൊന്ന് എത്താനും അതേപോലെ തന്നെ അവിടെ പോയിട്ട് പോലും അവിടെയുള്ള ആളുകൾ തടയുന്നുണ്ടെങ്കിൽ പോലും അവിടെ എത്തിയിട്ട് റഹ്മാനായ റബ്ബിനോട് ചോദിക്കേണ്ട പല കാര്യങ്ങളും നബിയോട് ചോദിക്കുന്ന ആളുകളുണ്ട്. ഇനി അവിടെ എത്താത്ത ആളുകളെ തന്നെ ഇവിടെ വെച്ചിട്ട് നബീനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. നബിയെ, നിങ്ങളിത് കാണുന്നില്ലേ, നിങ്ങളത് അറിയുന്നില്ലേ, സങ്കടങ്ങൾ മാറ്റിത്തരുന്ന നബിയെ എന്ന രൂപത്തിലുള്ള വാക്കുകളൊക്കെ അറിഞ്ഞും അറിയാതെയും പല മാലകളിലൂടെയും മൗലൂദുകളിലൂടെയും ഒക്കെ പാപങ്ങൾ പുറത്തു തരുന്ന നബിയെ എന്ന് പോലും പറയുന്ന ദുരന്തപൂർണമായ ആശയങ്ങൾ പലപ്പോഴും നഊദു ബില്ലാഹ് ഇന്ന് ആളുകൾ പേറി നടക്കുന്നുണ്ട് എന്നുള്ളത് വലിയ ഒരു സത്യമാണ്. ഇങ്ങനെ അതിരി കവിഞ്ഞു പോകുന്നതിനെ ശക്തിയുക്തം എതിർക്കുന്നൊരു ഹദീസാണ് ഇവിടെ നമ്മൾ കണ്ടത്. എന്താ പ്രവാചകൻ പറഞ്ഞില്ല? അത്തുറൂനി കമാ അത്റത്തിൻ നസാറ ബിൻ മറിയം. മറിയമിൻ്റെ മകൻ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ അവിടുത്തെ അനുചരന്മാർ ഒരുപാട് പുകഴ്ത്തി ദൈവതുല്യമാക്കിയ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എന്നെ ഒരിക്കലും കൊണ്ടുപോകരുത് എന്ന. ഫഇന്നമാ അന അബ്ദുഹു,
ഞാൻ ദൈവമല്ല, ഞാൻ അള്ളാഹു അല്ല, അവൻ്റെ ഒരു ദാസനാണ് എന്നാണ്. സുഹൃത്തുക്കളെ, ഒരു അടിമ എന്ന് പറയുമ്പോൾ എന്തെല്ലാം പരിധികളും പരിമിതികളുമുണ്ടോ അതൊക്കെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഉണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിന് മനുഷ്യനെന്ന പരിമിതികൾ എമ്പാടുമുണ്ട്. എന്തൊക്കെ? ഒരു 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 പരിധിക്കപ്പുറത്തുള്ളത് കാണാൻ കഴിയില്ല, കേൾക്കാൻ കഴിയില്ല, അറിയാൻ കഴിയില്ല. മറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അറിവില്ലാത്തവനാണ് ഒരു മനുഷ്യനെങ്കിൽ അതേ അവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുമുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ ഈ പ്രവാചകൻ അള്ളാഹുവിൻ്റെ അടിമ മാത്രമല്ല റസൂലും കൂടി ആയതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ അള്ളാഹു അറിയിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വഹീൻ്റെ അടിസ്ഥാനത്തിൽ ജിബ്രീൽ വന്ന് പറഞ്ഞാൽ അറിയുമെന്നതല്ലാതെ അതിനപ്പുറത്തേക്കൊരു കാര്യവും അറിയില്ല എന്നത് ആരാ പറയണത്? റഹ്മാനായ റബ്ബ് പറയിപ്പിച്ചു. എവിടെ? സൂറത്തുൽ അറാഫിലെ 188 ആയത്തിലുള്ള റബ്ബ് പറയുന്നുണ്ട്, കുൽ നബിയെ പറയണം, ലാ അംലികു ലിനഫ്സി നഫ്അൻ വലാ ദർറ, എനിക്കൊരു ഉപകാരമോ ഉദരമോ സ്വന്തമായി കൊണ്ട് ഓർമ്മപ്പെടുത്താൻ എനിക്ക് കഴിയില്ല, ഇല്ലാ മാഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചതൊഴികെ. വലൗ കുൻതു അഅലമുൽ ഗൈബ ലസ്തക്സർതു മിനൽ ഖൈരി വമാ മസ്സനിയ സൂ, എനിക്കെങ്ങാനും അദൃശ്യജ്ഞാനം അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ എനിക്ക് കൊയ്യാമായിരുന്നു, ഒരു ദുരന്തവും എന്നെ ബാധിക്കില്ലായിരുന്നു എന്നാണ്. നോക്കൂ നിങ്ങൾ, ഉഹദിൻ്റെ വേളയിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ശത്രുക്കൾ കുഴിച്ചു വെച്ച കുഴിയിലേക്ക് വീണു എന്നതല്ലേ നമ്മൾ ചരിത്രത്തിൽ കണ്ടത്, അല്ലേ? ശത്രുക്കൾ കുഴിച്ചു വെച്ച കുഴിയിലേക്ക് പ്രവാചകൻ വീഴുകയാണ്. ആ എടുത്തു വെക്കുന്ന കാല് ഒരു അപകടത്തിലേക്കാണ് എന്ന ഒരു ഗൈബ്, ഒരു അദൃശ്യ ജ്ഞാനം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇല്ലാത്തത് കൊണ്ടാണല്ലോ അതിലേക്ക് പെട്ടതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ രൂപത്തിലുള്ള പരിക്കുകളേറ്റു എന്നും ശത്രുവിൻ്റെ അമ്പ് വന്ന് മുഖത്ത് തറച്ചുവെന്നും ത്വൽഹാ റളിയല്ലാഹു അൻഹു അത് കടിച്ചു പറിച്ചതിൻ്റെ പേരിൽ അവിടുത്തെ പല്ലുകൾ കൊഴിഞ്ഞു വീണു എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ മാത്രം എന്തെല്ലാം അനർത്ഥങ്ങളാണ്, എന്തെല്ലാം പ്രയാസങ്ങളാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിഞ്ഞത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ പ്രവാചകർക്ക് പരിധിക്കപ്പുറത്തുള്ളത് കാണാൻ കഴിയില്ല. അതുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കേണ്ട രോഗശമനം നബിയോട് ചോദിച്ചിട്ട് കാര്യമില്ല. അള്ളാഹുവിനോട് നിന്നും കിട്ടേണ്ട സന്താന ലബ്ധി അത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചിട്ട് കാര്യമില്ല. അള്ളാഹുവിൽ നിന്ന് കിട്ടേണ്ട ദാരിദ്ര്യ നിർമ്മാർജ്ജനം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഇന്ന് പല ആളുകളും നബിയോടാണ് പല സങ്കടങ്ങളും പങ്കുവെക്കുന്നത്. രോഗമുണ്ടായാൽ നബിയോട് പ്രാർത്ഥിക്കുന്നു, നബിയോട് സങ്കടങ്ങൾ പറയുന്നു, സന്താന ലബ്ധിക്കായിക്കൊണ്ട് പ്രവാചകൻ്റെ പേരിൽ നേർച്ച ചെയ്യുന്നു. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അവിടെ ഈ ഒരു ഹദീസ് വളരെ ഗൗരവത്തിൽ നമ്മൾ കാണണം എന്നുള്ളത് വളരെ ഗൗരവത്തിൽ സൂചിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആ ഒരു ബൗണ്ടറി ഉണ്ട്, ആ ഒരു അതിർവരമ്പുകളുണ്ട്. അതൊരിക്കലും ഈ വിഷയത്തിൽ നമ്മൾ ലംഘിക്കാതിരിക്കുക. എന്താണോ പ്രവാചകൻക്ക് നമുക്ക് കൊടുക്കേണ്ടത് അത് തന്നെ എമ്പാടുമുണ്ട്. അവിടത്തോടുള്ള ആദരവ്, ബഹുമാനം, സ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ അത് കേവലം പാട്ടുകളിലൂടെയോ കേവലം വരികളിലൂടെയോ ഏതെങ്കിലും ദിനങ്ങൾ വരുമ്പോൾ തുള്ളിച്ചാടിയോ ഭക്ഷണം വെച്ച് വിളമ്പിയോ കൊണ്ട് മാത്രം നടക്കുന്നതല്ല. അത് ഡെയിലി പ്രാക്ടീസ് ചെയ്യാനുള്ളതാണ്. നിരന്തരമായി ജീവിതത്തിൻ്റെ എവരി സെക്കൻഡുകളിൽ നിരന്തരമായി അത് ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങേണ്ട ഒരു ആദർശമാണ് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. അതവൻ്റെ വസ്ത്രത്തിലുണ്ട്, അതവൻ്റെ സംസാരത്തിലുണ്ട്, അതവൻ്റെ ബോഡി ലാംഗ്വേജിൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും പകർത്താനുള്ള പാഠങ്ങളുണ്ടെന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും എങ്ങനെയാകണമെന്ന് നബി പഠിപ്പിച്ചുവോ അങ്ങനെയാകുന്നതാണ് പ്രവാചകനോടുള്ള സ്നേഹം. ആ സ്നേഹം അങ്ങനെ സ്നേഹിച്ച് സ്വർഗം നേടേണ്ടതിന് പകരം സ്നേഹമാണ്, ആദരവാണെന്ന് പറഞ്ഞ് അതിൻ്റെ റൂട്ട് മാറി പ്രവാചകനില്ലാത്ത സ്ഥാനങ്ങൾ പ്രവാചകർക്ക് അവരോധിപ്പിച്ച് നരകം വാങ്ങുന്നൊരവസ്ഥ ജൂത നസ്രാണികൾക്ക് അവരുടെ പ്രവാചകന്മാരുടെ വിഷയത്തിൽ ഉണ്ടായതുപോലെ എൻ്റെ വിഷയത്തിൽ നിങ്ങൾക്കുണ്ടാകരുതേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം താക്കീത് നൽകിയത് ഇന്നിൻ്റെ സമൂഹം ചേർത്ത് വെക്കേണ്ട ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി കൊണ്ട് പഠിക്കാനും ഉൾക്കൊള്ളാനും ജീവിതത്തെ അതിനനുസരിച്ച് ക്രമീകരിക്കാനൊക്കെയുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.